തവാഫിൻ്റെ ഒന്നാമത്തെ ഉജൂബ് സത്റുൽ ഔറത്തി, ഔറത്ത് മറക്കണം. ആണിൻ്റെ ഔറത്ത് മാബൈന സുറത്തി ഒരു റുക്കുബ, മുട്ടുപൊക്കൻ്റെ ഇടയിലുള്ള എല്ലാ സ്ഥലവും ആണുങ്ങൾക്ക് ഔറത്താണ്. ചില ആളല്ലോ പൊക്കിളിൻ്റെ ചോട്ടിൽ ആ തുണി കൊടുക്കുക, നാട്ടിൽ നിന്ന് അതിന് ദോഷമില്ല. കാരണം അങ്ങനെ തുണി കൊടുത്തിട്ട് ഒരു ബനിയനിടും, ആ ബനിയൻ കൊണ്ടത് മറിഞ്ഞ്, പിന്നെ ഷർട്ട് കൂടും, ഷർട്ട് കൊണ്ട് റെഡിക്ക് മറിഞ്ഞ്, അതിന് പ്രശ്നമില്ല. ഇഹ്റാം ചെയ്ത ആണുങ്ങൾക്ക് ഷർട്ടും ഉണ്ടാവില്ല, ബനിയനും ഉണ്ടാവില്ല. ഓൻ പൊക്കിളിൻ്റെ ചോട്ടിൽ ആ തുണി ഉടുത്ത് എന്ന് മനസ്സിലാക്ക്. എന്നാൽ ഓൻ്റെ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഓൻ്റെ പോടൊക്കെ ശരിക്കും ഇങ്ങനെ കാണും. ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ പള്ളയും കൊടുക്കത്ത് വാവിച്ച അവിടെ ഇക്കണ്ടുകൊണ്ട് കണ്ട കേതാങ്ങളോടി പറയും. ഒരു ഹജ്ജ് ക്ലാസ്സിന് പങ്കെടുത്തിട്ടുള്ള തകരാറുണ്ടാവില്ലായിരുന്നു. ഈ പൊക്കിളിൻ്റെ കുഴി ശരിക്കും കാണും, തുണി താത്തു കൊടുത്തോണ്ട്. താവ് പറ്റൂല ആണുങ്ങളെ, തവാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹജ്ജും കിട്ടൂല, ഉംറയും കിട്ടൂല. പൊക്കിളിൻ്റെ മേലെ തന്നെ കൊടുക്കണേ, മൂറ്റ തുണി കൊടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഉറക്കനെ സ്പീഡിലൊക്കെ നടക്കുമ്പോൾ ഒന്ന് തുട കണ്ടുപോയാൽ ആ ചുറ്റ് പറ്റൂല. അങ്ങനെയാണ് 7 ചുറ്റിയതെങ്കിൽ 1 കുറഞ്ഞു പോകും, 6 കൊണ്ട് തവാഫാകൂല. അതുകൊണ്ട് കാലിൻ്റെ തുടയൊക്കെ കണ്ടുപോകുന്നത് എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ തെക്ക് കൊണ്ടോ വെള്ളം ഉണ്ടായിട്ട് അങ്ങ് വലിച്ചൊരു കാലിൻ്റെ തുട പുറത്ത് വന്നു നിന്ന് വെക്കുക. എന്നാൽ ആ ചുറ്റ് നിങ്ങൾ എണ്ണത്തിൽ പെടുത്തണ്ട. 7ൻ്റെത് 8 ചുറ്റിക്കോ. അഥവാ 2 ചുറ്റലിൽ കാലിൻ്റെ തുട കണ്ടുപോകും, 2 ഒഴിവാക്കും, 9 ചുറ്റിക്കുന്ന 7 കിട്ടൂലോ.